ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലോട്ട് എന്തെങ്കിലും എഫക്ട്സും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫേസ്ബുക്ക് സ്റ്റോറിയിലോട്ട് എങ്ങനെ നമുക്ക് എഫക്ട്സ് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാലറിയിൽ എത്തുന്നതായിരിക്കും. ഗാലറിയിൽ നിന്ന് ഇഷ്ടമുള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുക. ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എഫക്ട്സ് ഇതിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫക്ട്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കുറേ എഫക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്ട്സ് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിളിന് ഞാൻ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റോറി ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി ഷെയർ ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്ക് സ്റ്റോറിയിലോട്ട് എഫക്ട്സും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.